നമസ്കാരം. ഇപ്പോൾ പറയാൻ പോകുന്നത് പാർവതി പരമേശ്വരന്മാരുടെ ഒരു കഥയാണ്. പാർവതി ദേവി പരമശിവനെ പിടിച്ച് വിഴുങ്ങിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അങ്ങനെ ഒരു കഥയാണ് പറയുന്നത് കേട്ടോ. പാർവതി ദേവിക്ക് ധൂമാവതി എന്നുള്ള പേര് ലഭിച്ചതിന് പുറകിലുള്ള കഥ. ഒരു ദിവസം ദേവിക്ക് നന്നേ ഇങ്ങനെ വിശപ്പുണ്ട് കേട്ടോ. സാധാരണ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ടും വിശപ്പൊന്നും മാറണില്ല. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാനായിട്ട് തോന്നുക. അത്രയ്ക്കും അസഹനീയമായിട്ടുള്ള വിശപ്പ്. അങ്ങനെ മഹാദേവന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ വേണം, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന്. പക്ഷെ മഹാദേവനാണെങ്കിലോ ധ്യാനിച്ചുകൊണ്ടിരിക്കുക, തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാർവതി ദേവി വന്ന് പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാനായിട്ടൊന്നും സാധിച്ചില്ല. അപ്പൊ ദേവി എന്ത് ചെയ്തു? കയ്യിൽ കിട്ടിയ പഴങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ടും വിശപ്പ് മാറാതായപ്പോൾ മരങ്ങളൊക്കെ പിഴുതെടുത്തിട്ട് വിഴുങ്ങാനായിട്ട് തുടങ്ങി. അത്രയ്ക്കും സഹിക്കാൻ പറ്റാതെ ആയിരിക്കണം. അങ്ങനെ കണ്ണിൽ കണ്ടതെല്ലാം വിഴുങ്ങാനായിട്ട് തുടങ്ങിട്ടോ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മഹാദേവൻ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ട് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ പാർവതി ദേവി ഇങ്ങനെ വിഴുങ്ങുന്നതൊക്കെയാണ് കണ്ടത്. അങ്ങനെ എന്തായി ദേവിയെ കാണിക്കണത്, ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്ന് കോപത്തിലാണ് പാർവതി ദേവിയുടെ അടുത്ത് ചോദിക്കുന്നത്. പക്ഷെ ദേവിക്കാണെങ്കിലോ വിശപ്പ് കാരണം കണ്ണ് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഏറ്റവും വലിയ വികാരം വിശപ്പാണെന്ന് പറയാം. അതിനെ നിയന്ത്രിക്കാനായിട്ട് ആർക്കും സാധിക്കില്ല. അതിന് ഭക്ഷണം കഴിക്കുക തന്നെ വേണം. പാർവതി ദേവിക്കും തൻ്റെ മുന്നിലുള്ള ഭർത്താവാണ് എന്നുള്ള തിരിച്ചറിവ് പോലും ആ സമയത്ത് ഉണ്ടായില്ല. പരമശിവനെ എടുത്ത് വിഴുങ്ങിക്കളഞ്ഞു. വിഴുങ്ങിയിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വിശപ്പൊക്കെ മാറി. പക്ഷെ പരമശിവന്റെ ആ ഒരു ശരീരത്തിലുള്ള കാളകൂട വിഷമുണ്ടല്ലോ, അത് ദേവിയുടെ ശരീരത്തിൽ ആകെ നിറഞ്ഞു. ആകെ നീല നിറം, ചാര നിറമൊക്കെ ആയിട്ട് മാറി. ശരീരത്തിൽ നിന്ന് പുകയൊക്കെ വരാനായിട്ട് തുടങ്ങി. ആ രൂപമൊക്കെ അങ്ങോട്ട് മാറിയിട്ട് വികൃത രൂപം, ഒരു വൃദ്ധയെ പോലെയായി. അങ്ങനെ മഹാദേവൻ ശരീരത്തിനുള്ളിൽ ഇരുന്നിട്ട് അശരീരി പോലെ പറഞ്ഞു, ഇപ്പൊ ഭർത്താവാണ് എന്ന് പോലും നോക്കാതെ ഭർത്താവിനെ വിഴുങ്ങിയത് കൊണ്ട് ഇനി മുതൽ നീ ഭർത്താവില്ലാത്തവളായിട്ടാണ് അറിയപ്പെടുക എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ ഈ പുകയൊക്കെ വരുന്നത് കൊണ്ട് ധൂമാവതി എന്നുള്ള പേരും കൂടെ ലഭിച്ചു. അപ്പോൾ വിഴുങ്ങിയത് കൊണ്ട് ഭർത്താവില്ലാത്തവൾ അല്ലെങ്കിൽ വിധവാ ഭാവത്തിലാണ് ഈ ധൂമാവതി ദേവി ഇരിക്കുന്നത് കേട്ടോ. വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ചിട്ട് വൃദ്ധയായിട്ട് കാക്കയൊക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ എന്താ പറയുക, ദുരിതങ്ങൾ, അതേപോലെ തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ, അങ്ങനെയുള്ള അശുഭകരമായിട്ടുള്ള കാര്യങ്ങളിനൊക്കെയാണ് ധൂമാവതി ദേവി പ്രതിനിധാനം ചെയ്യുന്നത്. പക്ഷെ ദേവിയെ ആരാധിക്കുന്നവരുണ്ട്. ദേവിയെ ആരാധിക്കുന്നത് ദാരിദ്ര്യ ദുഃഖം മാറാനായിട്ട്, അതുപോലെ തന്നെ കേതു ദോഷ നിവാരണത്തിനൊക്കെ ധൂമാവതി ദേവിയെ ആരാധിക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ പാർവതി ദേവിക്ക് ധൂമാവതി എന്നുള്ള പേര് ലഭിച്ചതിന് പുറകിലുള്ള കഥ ഇതാണ്.